ഈ പച്ചക്കറിയുടെ തനത് രസം കയ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാനൊരു കയ്പയ്ക്ക ഫ്രൈ ഉണ്ടാക്കാനാണ് കേട്ടോ പോണത്. കയ്പയ്ക്ക നല്ലോണം കഴുകി വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ നടുവിലുള്ള ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞാൽ നന്നായിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കോൺഫ്ലോറും പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ചിലർ കുറച്ച് കടലമാവും കൂടി ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ ഇതിൽ കടലമാവ് ചേർത്തിട്ടില്ല. കയ്പയ്ക്ക കൊണ്ട് പലതരം പ്രിപ്പറേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലേ. അത് മെഴുക്കുവരട്ടിയായിട്ട് വയ്ക്കും, തോരനായിട്ട് വയ്ക്കും, പച്ചടി വയ്ക്കും. പിന്നെ ഇതിനൊക്കെ പുറമെ വെയിലത്തിട്ട് ഉണക്കി നമ്മൾ വറ്റലുകളാക്കി സൂക്ഷിക്കാറുണ്ട്. വർഷാവർഷം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോണത് കൊണ്ടാട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, മെഴുക്കുവരട്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, തോരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മസാല ഫ്രൈ. എന്നാൽ നല്ല ക്രിസ്പിയാണ്, ക്രഞ്ചിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കയ്പ്പ് കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പം ഞാൻ ഇതൊക്കെ കൂടി നല്ലോണം കൂട്ടി യോജിപ്പിച്ച് അടച്ചെടുത്ത് വെച്ചു. ഇനി ഊണ് കഴിക്കണതിന് തൊട്ട് മുമ്പായിട്ട് ഇത് വെളിച്ചെണ്ണയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കും. ഊണ് കഴിക്കണതിന് തൊട്ട് മുമ്പ് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടേ നല്ലോണം മൂത്ത് കഴിഞ്ഞപ്പോൾ ഇത് വറുത്ത് കോരി അങ്ങോട്ട് എടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കനം കുറഞ്ഞ് മുറിച്ചെടുക്കുക. അങ്ങനെ അരിഞ്ഞാൽ ഈ മസാലയൊക്കെ നല്ലോണം പിടിക്കുകയും ചെയ്യും, നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് വേവുകയും ചെയ്യും. വറുത്തെടുത്തിട്ടുള്ള ഈ കയ്പയ്ക്ക ഫ്രൈയെ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റും. അതിൻ്റെ ക്രിസ്പ്നെസ് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഊണ് കഴിക്കുമ്പോൾ രണ്ടാമത് എന്താണ് മൂന്നാമത് എന്താണെന്നൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് ദിവസം മുമ്പ് കോവയ്ക്ക ഇതുപോലെ ഞാൻ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ കയ്പയ്ക്ക ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കയ്പയ്ക്കയും ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ.